ഹലോ, ഇനി നമുക്ക് തെറ്റുകളൊക്കെ ഒന്ന് എഴുതി വെച്ചിട്ട് പഠിക്കാൻ ശ്രമിച്ചാലോ? ഞാൻ പറയാൻ വരുന്നത് എറർ ബുക്കിനെ പറ്റിയിട്ടാണ്. നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന കുറേ തെറ്റുകളൊക്കെ ഉണ്ടാവില്ലേ, അത് മാത്രം എഴുതി വെക്കുന്ന ഒരു ചെറിയ നോട്ട്, അതാണ് എറർ ബുക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് കേട്ടോ എൻ്റെ എറർ ബുക്ക്. എറർ ബുക്ക് ഇങ്ങനെയാണെങ്കിലും കീപ്പ് ചെയ്യാം, അതായത് ഒരു 5-in-1 നോട്ട്ബുക്കൊക്കെ ആണെങ്കിൽ ഓരോ സബ്ജക്റ്റ് വേറെ വേറെ തന്നെ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു MCQ നമ്മൾ ചെയ്യുമ്പോൾ തെറ്റിപ്പോയി. അപ്പോൾ വെറുതെ അതിൻ്റെ ആൻസർ നോക്കി ഞാനത് പഠിച്ചു, എനിക്കത് മനസ്സിലായി എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുന്നതിനേക്കാളും നല്ലത് ആ ചോദ്യം എന്തുകൊണ്ടാണ് തെറ്റിയെന്നൊന്ന് അനലൈസ് ചെയ്യാം. കോൺസെപ്റ്റ് അറിയാത്തത് കൊണ്ടാണോ, അതല്ലെങ്കിൽ ഓപ്ഷൻസ് തമ്മിൽ കൺഫ്യൂസ് ആയതുകൊണ്ടാണോ, അതല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാണ്ട് വായിച്ചത് കൊണ്ടാണോ, അങ്ങനെ കുറേ മിസ്റ്റേക്ക് സംഭവിക്കുമല്ലോ. ഇൻകറക്റ്റ്, കറക്റ്റ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് മിസ്റ്റേക്ക് സംഭവിക്കും. ഇതെല്ലാം ചെറിയ രീതിയിലൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ വീണ്ടും വീണ്ടും മറന്നു പോകുന്ന ഫാക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ, ഇപ്പം എനിക്കുണ്ടാവാറുണ്ട് ചില കാര്യങ്ങൾ ഒരു തവണ പഠിച്ചു കഴിഞ്ഞാൽ എത്ര വർഷം കഴിഞ്ഞാലും ചോദിച്ചാൽ എനിക്ക് ഓർമ്മയുണ്ടാവും. പക്ഷേ ചില കാര്യങ്ങൾ എത്ര തവണ പഠിച്ചാലും മറന്നു പോകുന്ന കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും മറന്നു പോകുന്ന ഫാക്ട്സ് ഉണ്ടാവില്ലേ, അതൊക്കെ എഴുതി വെക്കാം. അതേപോലെ ഡേറ്റ്സ്, ആർട്ടിക്കിൾസ്, ഇതൊക്കെയായിരിക്കും നമ്മൾ കൂടുതലും തെറ്റിക്കുന്നത്. സയൻറ്റിഫിക് നെയിംസ്, ഇനിയിപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ ആണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കറണ്ട് അഫെയറിൽ വന്ന കാര്യങ്ങളാണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം, അത് തെറ്റിപ്പോകുന്ന കാര്യങ്ങൾ, തെറ്റാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യം മാത്രം ഒന്ന് എറർ ബുക്കിലൊന്ന് എഴുതി വെക്കുക. ഈ എറർ ബുക്ക് ഒന്ന് റിവൈസ് ചെയ്യുകയാണെങ്കിൽ അത് നല്ല എഫക്റ്റീവ് ആയിരിക്കും. കാരണം നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ പല രീതിയിൽ തെറ്റിക്കുന്നത്, അതാണ് നമ്മളിവിടെ നോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ആ ഒരു സെയിം മിസ്റ്റേക്ക് ഉണ്ടാകില്ല, ഇങ്ങനെ എറർ ബുക്കിൽ എഴുതി വെച്ചിട്ട് പിന്നെ അത് നമ്മൾ നോക്കുന്ന സമയത്ത്. എറർ ബുക്കിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമ്മുടെ വീക്ക് ഏരിയാസ് ആയിരിക്കും, അല്ലെ, വീക്ക് ഏരിയാസ് ഏതാണോ അല്ലെങ്കിൽ വീക്ക് ടോപ്പിക് ഏതാണോ അതായിരിക്കും. അപ്പോൾ ഈ എറർ ബുക്ക് റിവൈസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ റിവിഷൻ വരെ കൂടുതൽ എഫക്റ്റീവ് ആവും. കാരണം ഫുൾ റിവൈസ് ചെയ്യുന്നതിന് പകരം നമുക്ക് തെറ്റാൻ സാധ്യതയുള്ള വീക്ക് ഏരിയാസാണ് നമ്മൾ റിവൈസ് ചെയ്യുന്നത്. ഓരോ മോക്ക് ടെസ്റ്റ് കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ കഴിയുമ്പോഴും അപ്പോൾ തന്നെ എറർ ബുക്ക് അപ്ഡേറ്റ് ചെയ്ത് പോകണം. അടുത്ത ടെസ്റ്റ് എഴുതുന്നതിന് മുന്നേ ആ എറർ ബുക്ക് എന്തായാലും നോക്കണം. നമ്മുടെ ലക്ഷ്യം വെറുതെ കുറേ ക്വസ്റ്റ്യൻസ് മാത്രം ഇങ്ങനെ അറ്റംപ്റ്റ് ചെയ്ത് പോകുക എന്നുള്ളതല്ല, തെറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്, മാർക്സ് കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ തെറ്റാൻ സാധ്യതയുള്ള ഏരിയാസ് കണ്ടുപിടിച്ച് ഇങ്ങനെ ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്കതൊരു എഡ്ജ് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. നമ്മളെല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നത് പല പല കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ടല്ലേ. അപ്പം കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാവരോടും ഒന്ന് പിടിച്ച് നിൽക്കണമെങ്കിൽ ഇങ്ങനെ പല പല രീതിയിൽ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി വരും. അപ്പോൾ ഇത് ചെയ്ത് നോക്കണം, എനിക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വേണം എന്നൊക്കെ തോന്നുന്ന ആൾക്കാർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് റിസൾട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഹാപ്പി ലേണിംഗ്.